വയനാട് മുണ്ടക്കയിൽ വീണ്ടും ഒരു ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു. നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ വെള്ളരി മലയിലാണ് ഇപ്പോൾ ഉരുൾപൊട്ടിയത് എന്നാണ് സൂചന. ബെയിലി പാലത്തിന് സമീപം ഇപ്പോൾ ഒഴുക്ക് കുറച്ച് കൂടുതലാണ്. ദീപക് മോഹനുണ്ട് സ്ഥലത്ത് നിന്നും. ദീപക്, നേരത്തെ ഉരുൾപൊട്ടിയ സ്ഥലത്തിന് സമീപത്താണ് ഉരുൾപൊട്ടിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ആ പുന്നപ്പുഴയിൽ നല്ല ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ പുന്നപ്പുഴയ്ക്ക് അപ്പുറത്തേക്ക് ആളുകളെ കടത്തി വിടുന്നില്ലേ? വെള്ളരിമല ഭാഗത്താണോ ഇപ്പോൾ ചെറിയ രീതിയിൽ ഉരുൾപൊട്ടിയിരിക്കുന്നത്? അരുൺകുമാർ, മുൻപ് ഉരുൾപൊട്ടിയ വെള്ളരിമലയ്ക്ക് സമീപമുള്ള മലയടിവാരത്താണ് ഇന്നലെ പെയ്ത കനത്ത മഴയെ തുടർന്ന് ഇന്ന് പുലർച്ചയോടുകൂടി ഉരുൾപൊട്ടലുണ്ടായതെന്നാണ് സൂചന. ഇന്നലെ രാത്രി മുഴുവൻ കനത്ത മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് പെയ്ത കനത്ത മഴയെ തുടർന്നാണ് മണ്ണിടിഞ്ഞ് പുഴയിലേക്ക് ഉരുൾപൊട്ടിയതെന്ന വിവരങ്ങൾ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആ മേഖലയിൽ നേരത്തെ തന്നെ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബെയിലി പാലത്തിലൂടെയൊക്കെ തൊഴിലാളികളെ മുൻപ് കടത്തിവിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ നിയന്ത്രണം വന്നിട്ടുണ്ട്. ബെയിലി പുന്നപ്പുഴയിൽ ശക്തമായ കുത്തൊഴുക്കുണ്ട്. അതോടൊപ്പം ഉരുൾപൊട്ടിയതിനെ തുടർന്ന് വലിയ ഉരുളൻ കല്ലുകളും ഒപ്പം കൂറ്റൻ മരങ്ങളുമൊക്കെ ഈ പുഴയിലൂടെ ഒഴുകി വരുന്നുണ്ട്. വലിയ ശക്തമായ കുത്തൊഴുക്കാണ്. ആ മേഖലയിൽ ഇപ്പോൾ പോലീസും ഒപ്പം വനം വകുപ്പിന്റെ ജീവനക്കാരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആ ഭാഗത്ത് നിയന്ത്രണങ്ങളുണ്ട്. ഇന്നലെ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടിയതെന്നാണ് സൂചനകൾ വരുന്നത്. ഏതായാലും സ്കൂൾ റോഡിന് സമീപത്തുള്ള ആ മേഖലയിലും ഒപ്പം ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് പുന്നപ്പുഴ ദിശ മാറി ഒഴുകിയിരുന്നു. ആ മേഖലയിലൊക്കെ തന്നെ വലിയ കുത്തൊഴുക്കാണ് ഇപ്പോഴും തുടരുന്നത്. അരുൺ, അതായത് കഴിഞ്ഞ തവണ ഉരുൾപൊട്ടിയ അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ അതിന്റെ തൊട്ട് പരിസരത്ത് എവിടെയോ ആയിരിക്കണം ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ ഉരുൾപൊട്ടിയതിന്റെ അത്ര വലിയ വലിപ്പത്തിലോ വ്യാപ്തിയിലോ അല്ല എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ പുന്നപ്പുഴ ഇപ്പോൾ നിറഞ്ഞൊഴുകുകയാണ്, കുത്തൊഴുക്കാണ് ഉള്ളത്. നമ്മൾ സാധാരണ മലവെള്ളം ഒലിച്ചു വരുന്നു എന്ന് പറയുന്നത് പോലെയുള്ളൊരവസ്ഥയാണ്. പാനിക്കാവേണ്ട സാഹചര്യമില്ല. എന്തായാലും ഈ മുണ്ടക്കയിൽ വെള്ളരി മലയുടെ ഭാഗത്താണ്, അവിടെ എവിടെയോ ഒരു ഭാഗത്ത്, മുണ്ടക്കയുടെ ഏതോ ഒരു ഭാഗത്താണ്. കൃത്യമായ സ്ഥലം നമുക്ക് ഇപ്പോൾ അറിഞ്ഞിട്ടില്ല അല്ലേ? അരുൺകുമാർ, അതായത് ഈ പുഞ്ചിരിമട്ടത്തിന് മുകൾ ഭാഗത്തുള്ള വെള്ളരിമലയുടെ താഴ്വാരത്താണ് കഴിഞ്ഞ ജൂലൈ 30-ന് വലിയ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത്. അതിനോട് ചേർന്ന് കിടക്കുന്ന വനറാണി എസ്റ്റേറ്റിന്റെ ഭാഗത്തൊക്കെ ഉള്ള പ്രദേശത്തുള്ള മലയടിവാരത്ത് മണ്ണ് ഏതു സമയവും പൊടുന്നനെ താഴോട്ട് വീഴാൻ തയ്യാറായി നിൽക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ മുൻപുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ആ മേഖലയിൽ പഠനം നടത്തുകയും ആ മേഖലയിൽ ഇൻസ്പെക്ഷൻ നടത്തുകയൊക്കെ ചെയ്തതാണ്. കനത്ത മഴയെ തുടർന്നാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്തിനോട് ചേർന്നുള്ള മലയടിവാരത്ത് തന്നെ ഉള്ള ഒരു ഭാഗത്ത്, ചെരിവുള്ള ഒരു ഭാഗത്ത് നിന്ന് മണ്ണിടിഞ്ഞ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. അതിനെ തുടർന്നാണ് ഈ പുന്നപ്പുഴയിൽ ശക്തമായ കുത്തൊഴുക്കുണ്ടായതുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അരുൺ, ഇപ്പോൾ ബെയിലി പാലത്തിന്റെ അടിയിലൂടെ തന്നെയാണ്. പക്ഷെ ബെയിലി പാലത്തിന്റെ അത്ര ഉയരത്തിലില്ല. ബെയിലി പാലത്തിന് കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അല്ലെ? അത് കുത്തൊഴുക്ക് അല്പം ഉണ്ടെന്നേ ഉള്ളൂ പുന്നപ്പുഴയിൽ. അരുൺ, ഈ പുന്നപ്പുഴയിലുള്ള കല്ലും മണ്ണും ചെളികളുമൊക്കെ നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികൾ മുൻപേ ആരംഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പുഴയിലുള്ള മണ്ണും ചരലുമെല്ലാം പുഴയുടെ അരികത്തേക്ക് മാറ്റുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ശക്തമായ മഴയെത്തിയത്. ഈ മഴയെ തുടർന്ന് ഒരു നിമിഷം ദീപക്, ശ്രീ യൂനിസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ചൂരൽമലയിൽ നിന്നും. ശ്രീ യൂനിസ്, നമസ്കാരം. എന്താ അവിടെ സംഭവിച്ചത്? ഇപ്പോ ശക്തമായ വെള്ളം. നമസ്കാരം. ഇന്നലെ രാത്രി മുതൽ അത്യാവശ്യം നല്ല തോതിൽ മഴയായിരുന്നു. ഇന്ന് രാവിലെയും നല്ല മഴയാണ് പെയ്തത്. ഈ മഴയോടനുബന്ധിച്ചിട്ടാണ് വീണ്ടും ആ ഉരുളുപൊട്ടിയ ഭാഗത്തുനിന്ന് നമ്മുടെ ബെയിലിപ്പാലം സ്ഥിതി ചെയ്യുന്ന പുഴയിലൂടെ വെള്ളമായിട്ട് നല്ല വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പൊട്ടിയ പുഞ്ചിരിമട്ടം ഭാഗത്താണോ പൊട്ടിയിരിക്കുന്നത്? ആയിരിക്കണം. നമുക്ക് എന്താ വെച്ചാൽ